ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു അടിപൊളി കേക്കാണ് കേട്ടോ. കോക്കനട്ട് ആൻഡ് പൈനാപ്പിൾ കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. കോക്കനട്ട് പൈനാപ്പിൾ നല്ല കോമ്പിനേഷനാണ്. കൂടാതെ എഗ്ലെസ് ആണിത്, യോഗട്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം എഗ്ലെസ് ആണെന്ന് പറയില്ല, അടിപൊളി കേക്കാണ്. റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കേട്ടോ. പക്ഷേ ഇതിൽ കുറച്ച് പാളിച്ചകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. വലിയ കാര്യത്തിൽ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അപ്പം വീഡിയോ എടുത്ത് എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്കും കൂടെ അത് പറഞ്ഞു തരാമല്ലോ. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ, എവിടെയാണ് പാളിച്ച പറ്റിയെന്നൊക്കെ. അപ്പോൾ ഈ കേക്കിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വാനില എസൻസും പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും, അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതാ ഇവിടെ കേക്കെല്ലാം സെറ്റായിട്ട് എന്താ പറയുക, കേക്കിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ, അളവും കാര്യങ്ങളും. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ പൈനാപ്പിൾ ചോപ്പ് ചെയ്ത് കേക്കിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി കേട്ടോ എടുത്തത്. അതിലായിരിക്കാം എനിക്ക് പാളിച്ച പറ്റിയത്. ബേക്ക് ചെയ്തത് 180 ഡിഗ്രി സെൽഷ്യസിൽ 40 to 45 മിനിറ്റ്സ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ കൂടുതൽ തന്നെ എനിക്ക് എടുക്കേണ്ടി വന്നു കേട്ടോ ബേക്ക് ചെയ്ത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കൊന്ന് സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയപ്പോഴത്തേക്കും വെന്തിട്ടില്ലായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ വെച്ച് കൊടുത്തു. അപ്പോൾ അതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. മുകൾ ഭാഗമൊക്കെ നല്ല ബ്രൗൺ കളറിൽ മൊരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കട്ട് ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് പ്രശ്നം പറ്റിയത്. നല്ല തണുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തത്. കുറച്ചും കൂടെ ഒന്ന് തണുക്കണമായിരുന്നു. പക്ഷേ ഫുള്ളായിട്ട് അധികം ചൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഒട്ടുന്നുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ആ ഒട്ടൽ ഈ പൈനാപ്പിൾ കൂടുതൽ ആഡ് ചെയ്തതിൻ്റെ ആയിരിക്കും കേട്ടോ, അതാണ് എനിക്ക് തോന്നിയത്. അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചിലപ്പം ഒന്ന് മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ എടുത്ത പൈനാപ്പിൾ വന്നിട്ട് മധുരമില്ലാത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയെല്ലാം കറക്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. റെസിപ്പിയും കാര്യങ്ങളും ഒക്കെ കറക്റ്റാണ്, അതിൽ യാതൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അടിപൊളി കേക്കാണ് കേട്ടോ. കഴിക്കാതിരിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. സംഭവം കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വന്നിട്ട് അതിൻ്റെ ആ കേക്ക് ബേക്ക് ചെയ്തപ്പോൾ തന്നെ നല്ല മണവും ആ കോക്കനട്ടിൻ്റെയും പൈനാപ്പിളിൻ്റെയൊക്കെ അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ മോനിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നല്ല സ്മെല്ല് വരുന്നുണ്ടെന്നൊക്കെ. ആ ഒരു ടൈമിൽ തന്നെ 2-3 പീസ് മോൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടോ. അപ്പം പെർഫെക്ഷൻ ലുക്ക് വൈസ് വന്നിട്ട് ഇല്ലായിരുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഗ്ലേസ് ചെയ്യുന്നുണ്ട് കേട്ടോ കേക്കിന്. ഈ ഗ്ലേസ് എന്താ പറയുക, വേണമെങ്കിൽ ചേർത്താൽ മതിയാവും. പൈനാപ്പിളിന് മധുരം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് ചേർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറച്ച് പൈനാപ്പിളിൻ്റെ ജ്യൂസും ഷുഗർ, വൈറ്റ് ഷുഗർ നമുക്കൊന്ന് പൊടിച്ചെടുത്ത് ഷുഗറാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു എന്താ പറയുക, ഒരു കട്ടി പരുവാകുമ്പോഴത്തേക്കും, അത്രയും കട്ടിയാവണ്ട, ഇരുന്നത് കട്ടിയായിക്കോളും കേട്ടോ. ദാ ഈ ഒരു സ്റ്റേജിൽ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ദാ ഇവിടെ കട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കട്ട് ചെയ്ത് നല്ല പെർഫെക്ഷനിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് പൈനാപ്പിളും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ദാ ഇതാണ് ഫൈനലായിട്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തെടുത്ത ആ ഒരു പീസസ് കേട്ടോ. ദാ ഇവിടെ ഇതെല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട്. കേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, സോഫ്റ്റ്, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് മിസ്റ്റേക്ക് വന്നത്. കുറച്ച് ഒട്ടൽ പോലെ പൈനാപ്പിളിൻ്റെ ഇത് കൂടിയിട്ട് ആവാനായിരിക്കും ചാൻസ് കൂടുതൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ കേക്ക് വന്നിട്ട് അടിപൊളി സൂപ്പറാണ്, എല്ലാം കാലിയായിട്ടുണ്ട്. എല്ലാവരും ഇന്ന് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കല്ലേ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ പൈനാപ്പിൾ കൂടുതൽ ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.